ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖമല്ല? ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെറു ബാഡ് പിടിച്ച ദിവസമാണ് ഉണ്ടായത്. ആ മൂഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ബേജാറാന്നില്ലേ? എന്ത് കഥയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ അടിച്ചിട്ട് റൂമിൽ നോക്കുമ്പോൾ ചാവി കാണുന്നില്ല. അങ്ങനെ ചങ്ങായി പറഞ്ഞ വണ്ടീൻ്റെ ടയറിനെ വീത്ത് വെച്ചിട്ടുണ്ടാവും. അതിന് നേരെ പണിക്ക് പോയി. ഫസ്റ്റ് ഡെലിവറി മാളിലാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാളിൽ ഡെലിവറി ഉണ്ടാലുണ്ട്. അങ്ങനെ റൂട്ടിൽ പോകുമ്പോണ്ട് ഈ ഒരു സാധനത്തിനെ കാണും. ഇത് ഏത് ഇനത്തിൽപ്പെട്ട നായി എന്നറിയില്ല, പക്ഷെ എന്നാലും കാണാൻ നല്ല പാങ്ങുണ്ട്. അറബികൾ ഇങ്ങനെ കുറേ പൈസക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ ആൾക്കിട്ട് വിടും. അങ്ങനെ പണി നിർത്തിയിട്ട് നേരെ ഓഫീസിൽ പോയി കുറച്ച് റിട്ടേൺ ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ കളക്ഷൻ എടുത്തതിൽ അവിടെ ഓഫീസിൽ സബ്മിറ്റ് ആക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായി. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം ബാഡ് പിടിച്ച ദിവസം. അങ്ങനെ നമ്മൾ ഇടനുള്ള അൽക്കൂസിൽ NMC-ലാണ് പോയിട്ടുള്ളത് കേട്ടോ. എന്ത് സംഭവം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയിരുന്നു. അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ പോകുമ്പോൾ പഞ്ചായത്ത് ഓഫീസിനെ കാട്ടി കടം. ഒരു പേപ്പർ എടുത്തിട്ട് ആ റൂമിൽ പോകുന്നു, അപ്പുറത്തെ റൂമിൽ പോകുന്നു, ആടെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ റൂമിൽ പോകും. മനുഷ്യന്മാരെ പ്രാന്താക്കി കളിക്കണം. ആടെ തന്നെ ഏകദേശം 4 മണിക്കൂർ അവിടെ വേസ്റ്റ് ആയി. കൈൻ്റെ വിരലിനാണ് പണി കിട്ടത്. അതിൻ്റെ എക്സ്റേ ആണ് എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. പണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ സംഭവമല്ല സാധാരണ. ഇപ്പോൾ അങ്ങനെ എക്സ്റേയിൽ എടുത്തിട്ടാകുമ്പോൾ കൈൻ്റെ വിരലിന് മീത്ത് ചെറിയൊരു പൊട്ടലുണ്ട്. അങ്ങനെ അവിടെ ഡോക്ടർ പറഞ്ഞു നാളെ നീ ബാ, നാളെ ഓർത്തോ ഡോക്ടർ ഉണ്ട്, അയാൾക്ക് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കൈ കുത്തൊക്കെ പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വൈക്കുണ്ട് ഓഫീസിന് വിളി. അപ്പം എനിക്ക് മനസ്സിലായി അടുത്ത പണി വന്നിട്ടുണ്ടെന്ന്. നോക്കുമ്പോൾ 850 ദിർഹംസ് ഫൈൻ വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആരോ നല്ല കണ്ണു കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ആര് കണ്ണു വെക്കേണ്ട കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാവോ.